1991 നമ്മുടെ രാജ്യത്ത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പ്രകടമായ ഒരു നയം മാറ്റം പാർലമെന്റിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 വാക്കുകൾ മലയാളികൾക്ക് സുപരിചിതമായി മാറിയത് ആ കാലത്താണ്. നരസിംഹറാവുവിന്റെ കാലത്താണ് സാമ്പത്തിക നയത്തിലും വിദേശ നയത്തിലും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾക്ക് പ്രകടമായ മാറ്റം വരുന്നത് ആ കാലത്താണ്. അതിൽ നവലിബറൽ നയങ്ങൾ എന്ന പേരിൽ അന്ന് രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട പുതിയ സാമ്പത്തിക സമീപനങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ഒന്ന്, സേവന മേഖലകളിൽ നിന്നുമുള്ള സർക്കാരിന്റെ പിന്മാറ്റം, എല്ലാം സ്വകാര്യ ശക്തികൾക്ക് വിട്ടുകൊടുക്കുക എന്ന സമീപനം. ഇപ്പൊ എയർ ഇന്ത്യ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ച ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വന്തമായി വിമാന കമ്പനി ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ന് നമ്മുടെ രാജ്യം. അപ്പോ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുന്നത്, ടാറ്റയ്ക്ക് കൊടുക്കുന്നത് ഇപ്പോഴാണ്, BJP ഗവൺമെന്റാണ്. പക്ഷേ നവലിബറൽ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ആരംഭിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തുടങ്ങി വെക്കുകയും BJP മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എന്ന് വെച്ചാൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ തർക്കങ്ങളില്ല, ഒരേ നയമാണ്. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനും BJPക്കും വ്യത്യസ്തമായ സാമ്പത്തിക കാഴ്ചപ്പാടുകളില്ല, ഒരേ കാഴ്ചപ്പാടാണ്. നവലിബറൽ നയം ഇന്ത്യയിൽ തുടങ്ങിയത് കോൺഗ്രസും, കോൺഗ്രസിനേക്കാൾ വേഗത്തിൽ ഇപ്പോഴത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJPയുമാണ്. അപ്പോ സർക്കാരിന്റെ പിന്മാറ്റം വൻകിട കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് നയിച്ച സ്വകാര്യവൽക്കരണം, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കേട്ടൊരു വാക്കാണ് ഉദാരവൽക്കരണം. അത് മുതലാളിത്ത അനുകൂലമായ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഒരു വ്യവസായം ആരംഭിക്കണമെങ്കിൽ അവശ്യം വേണ്ട പരിശോധനകളും നടപടികളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും, ജനങ്ങളെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമ്പദ്ഘടനയിൽ എന്ത് സ്വാധീനം ചെലുത്തും, ഇതൊക്കെ നോക്കിയിട്ടാണ് ലൈസൻസ് കൊടുക്കുക. അത്തരം കാര്യങ്ങളെല്ലാം ഉദാരമാക്കുക, വളരെ എളുപ്പത്തിൽ മറ്റ് സാമൂഹ്യ ആഘാതങ്ങളെക്കുറിച്ച് ആശങ്കയൊന്നും ഇല്ലാതെ ഉദാരമായി മുതലാളിത്താനുകൂല സമീപനം സ്വീകരിക്കുക എന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണ സാമ്പത്തിക കാഴ്ചപ്പാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന നിലയിൽ തീരുവകൾ കുറയ്ക്കുന്ന സമയം. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒപ്പം അതിന്റെ പ്രകടമായ ഒരു ഫലമായി നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ക്ഷേമ പദ്ധതികൾ ചുരുക്കിക്കൊണ്ടുവരിക, വെട്ടിച്ചുരുക്കുക, പ്രത്യുൽപാദനക്ഷമമല്ലാത്ത മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക എന്നൊക്കെ നമ്മൾ അക്കാലത്ത് ഈ നയത്തിനെതിരായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഏതായാലും അത്തരം നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത്, ലോകത്താകെയും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാനതിൻ്റെ ഒരു സൂക്ഷ്മ വിശകലനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പൊ ഒരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് അടച്ചുപൂട്ടിയ സർക്കാർ പള്ളിക്കൂടങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 2016 മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച അടച്ചുപൂട്ടിയ സർക്കാർ പള്ളിക്കൂടങ്ങളുടെ എണ്ണം ഏകദേശം 1 ലക്ഷമാണ്. 1 ലക്ഷം സ്കൂളുകൾ പൂട്ടി. 93,000 ഒക്കെ മറ്റുമാണ് ആധികാരികമായിട്ട് പറയുന്ന കണക്ക്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 1 ലക്ഷം സർക്കാർ പള്ളിക്കൂടം ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അടച്ചുപൂട്ടി നമ്മുടെ രാജ്യത്ത്. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കർണാടകയിൽ 10,000-ഓളം പള്ളിക്കൂടങ്ങളാണ്, 8,271 പള്ളിക്കൂടങ്ങൾ കർണാടകയിൽ മാത്രം അടച്ചുപൂട്ടി. അതിലും കുറച്ചു കൂടുതൽ പള്ളിക്കൂടങ്ങളാണ് ബംഗാളിൽ അടച്ചുപൂട്ടിയത്. എല്ലാ സംസ്ഥാനത്തും ഇത് കാണാൻ. ഇത് നവലിബറൽ നയങ്ങളുടെ ഏറ്റവും പ്രകടമായ ഒരു പ്രത്യാഘാതമാണ്. സൗജന്യമായി കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല.
പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളുകളിൽ ചേർത്ത് കൊള്ളട്ടെ എന്നതാണ് ആഗോളവൽക്കരണത്തിന്റെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം എന്നതല്ല, ഉന്നത വിദ്യാഭ്യാസം എന്നത് ഒരു പൊതു നന്മയല്ല, അത് ഒരു വ്യക്തിയുടെ സ്വകാര്യ നേട്ടമാണ് എന്ന് പറഞ്ഞത് TMA കേസിൽ സുപ്രീം കോടതിയാണ്. ഞാൻ ആ കേസിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. അതായത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നതിനെതിരായി SFI വലിയ സമരങ്ങളെല്ലാം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി മുൻപാകെ ഇത്തരമൊരു കേസ് വന്നു. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയിലെ ഒരു വാചകമായിരുന്നു, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നന്മയല്ല, സാമൂഹ്യ നേട്ടമല്ല, അത് വ്യക്തിയുടെ സ്വകാര്യ നേട്ടമാണ്. അപ്പൊ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന്റെ കാശും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അങ്ങനെ സൗജന്യമായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഉന്നത വിദ്യാഭ്യാസം. ആ വിധിയിലേക്ക് സുപ്രീം കോടതിയെ നയിച്ചത് ഈ നവലിബറൽ കാഴ്ചപ്പാടുകളുടെ സ്വാധീനമായിരുന്നു. പക്ഷെ അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ല അന്ന് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ 45-ാം വകുപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് 14 വയസ്സുവരെ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകണം എന്നാണ്. നിർബന്ധിതമായിരിക്കണം. ഒരു കുട്ടി എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല, നിർബന്ധമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. അത് സാർവത്രികമായിരിക്കണം. ജാതിയുടെയോ മതത്തിന്റെയോ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളുടെയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഒറ്റപ്പെട്ട ഭൂപ്രദേശം, അതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ പരിമിതപ്പെട്ടുകൂടാ. എല്ലാ കുഞ്ഞുങ്ങളും 14 വയസ്സിൽ താഴെയാണോ നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കും. പിന്നെന്തായിരിക്കണം? സൗജന്യമായിരിക്കണം. ഫീസ് അടയ്ക്കാൻ മാർഗമില്ല എന്നതുകൊണ്ട് രക്ഷിതാക്കൾ പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്, തൊഴിലാളികളാണ്. അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് 14 വയസ്സ് വരെയുള്ളൂ. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ചാൽ ഒരു 10-ാം ക്ലാസ് വരെ നമുക്ക് പറയാം. അപ്പൊ 10-ാം ക്ലാസ് വരെ ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധമായും പഠിപ്പിക്കണം, അത് സൗജന്യമായിരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആ ഭരണഘടന നിലനിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നേർവിപരീതമായ ഒരു കാഴ്ചപ്പാട് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ അക്കാര്യത്തിൽ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭരണഘടന 14 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നവലിബറൽ കാഴ്ചപ്പാടുകൾ എങ്ങനെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനെ സ്വാധീനിച്ചു എന്നത് അതിനുശേഷം ഇപ്പോ വർത്തമാനകാല ഇന്ത്യയുടെ അനുഭവം പരിശോധിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെ 1 ലക്ഷത്തോളം സ്കൂളുകൾ, അധികവും LP സ്കൂളുകളാണ് അടച്ചുപൂട്ടി. 1 ലക്ഷം സ്കൂൾ പൂട്ടുമ്പോൾ എത്ര ലക്ഷം കുട്ടികളുടെ വിദ്യാഭ്യാസം അവതാളത്തിലായി പോകും. ഇപ്പൊ ഇവിടെ ചെറുവത്തൂരിലുള്ള ഒരു പള്ളിക്കൂടം നാളെ അടച്ചുപൂട്ടിയാൽ, ഒരു ഗവൺമെന്റ് സ്കൂൾ പൂട്ടിയാൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്തുള്ള മറ്റു സ്കൂളുകളിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ മാറ്റി ചേർക്കും. എന്നാൽ അടുത്ത സ്കൂളില്ലെങ്കിലോ? അതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സ്ഥിതി അങ്ങനെയൊക്കെയാണ്. എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളില്ല. കേരളത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാലും ഒരു സ്കൂൾ ഉണ്ടാവും. സ്കൂളില്ലാത്തൊരു ഗ്രാമം കേരളത്തിലില്ല. ഇന്ത്യയിൽ അങ്ങനെയല്ല. അങ്ങനെയുള്ളിടത്ത് ഒരു സ്കൂൾ പൂട്ടിയാൽ അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെയെങ്കിലും പഠനം എന്നേക്കുമായി അവസാനിച്ചു. അപ്പൊ ഇത് നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതത്തിന്റെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. സ്കൂൾ പൂട്ടുന്നതിനാണ്. ലാഭകരമല്ലാത്തതെല്ലാം അടച്ചുപൂട്ടുക എന്നതാണ് കാഴ്ചപ്പാട്. നവലിബറൽ കാഴ്ചപ്പാടാണ്. സ്കൂൾ എങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കുക? ഒരിക്കലും അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ വിലയിരുത്താനേ പറ്റില്ല. ഒരു കച്ചവട സ്ഥാപനം പോലെയല്ല. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടിയോട് എന്ത് ലാഭം കിട്ടി എന്നാരെങ്കിലും ചോദിക്കൂ? ആ കുട്ടി നാളെ വളർന്ന് വലുതാവുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് തന്നെ മഹത്തായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാപ്രതിഭയായി മാറാം. കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിച്ച കുട്ടിയാണ് പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായി മാറിയത്, KR നാരായണൻ. അന്ന് ആ സ്കൂൾ പൂട്ടിയിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. നിർഭാഗ്യവശാൽ അത്തരം കാഴ്ചപ്പാടുകളാണ് ഇപ്പോ ഈ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി മുതലാളിത്ത ലോകം മുൻപോട്ട് വെക്കുന്നത്, നമ്മുടെ രാജ്യത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.